നാണൊന്നും തോന്നണ്ട. സ്വന്തം ഭർത്താവ് കഴിച്ചെന്റെ ബാക്കിയല്ലേ. കഴിക്കടുത്തേ, കഴിക്ക്. എല്ലാം നന്നായി വരും, ഭഗവാൻ നോക്കിക്കോളും. ചേച്ചി, എന്നാ വധുവരന്മാർക്ക് നമുക്ക് പാലമ്പഴം കൊടുക്കാം. വരൂ മക്കളെ. ഏട്ടാ, ഏട്ടത്തെയും കൂട്ടി ഇവിടെ ഇരിക്ക. ഏട്ടത്തി, പതുക്കെ ഇരുന്നാ മതി. സാരി ചൊള്ളിയാതെ നോക്കണേ. ശ്രീകുട്ട, പകുതിയെ കഴിക്കാവൂ. ഇനി മോൾക്ക് കൊടുക്ക്. അമൃത, വാങ്ങു മോളെ, ഇതൊക്കെ നാട്ടു നടപ്പല്ലേ. സാവിത്രി, പെണ്ണിന്റെ പത്രാസ് കണ്ടോടി. ഇതത്ര ഒത്തുപോകുന്ന കേസാണെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്താ ഏട്ടത്തി, പഴം ഇങ്ങനെ കൈ പിടിച്ചിരുന്നാ മതിയോ? നാണൊന്നും തോന്നണ്ട. സ്വന്തം ഭർത്താവ് കഴിച്ചെന്റെ ബാക്കിയല്ലേ. കഴിക്കടുത്തേ, കഴിക്ക്. ചേച്ചി, ദാ. പാല് പകുതി കുടിച്ചിട്ട് പകുതി മോൾക്ക് കൊടുക്കണം. എന്താ ഏട്ടത്തി, പഴം എങ്ങനെങ്കിലും കഴിച്ചു, ഇനി പാല് കുടിക്കില്ലെന്നാണോ? ഇനി അങ്ങോട്ട് ഒന്നിച്ചുണ്ടും ഒന്നിച്ചുറങ്ങിയും ജീവിക്കേണ്ടവരല്ലേ നിങ്ങള്? ഒരു കവിള് കുടിക്ക്, അത്രേ ഉള്ളൂ. കുടിക്ക്, കുടിക്കടുത്തേ, കുടിക്ക്. ഇത്രയല്ലേ ഉള്ളൂ, ഇതിനാണോ ഇത്ര പേടിച്ചത്? എല്ലാം എന്തൊരു കുടിസ് മുറികളാ. അകത്തേക്ക് കേറിയപ്പോഴേ ശ്വാസം മുട്ടുന്ന പോലെ. അവക്ക് അങ്ങനെ തന്നെ വേണം. ഇനി ജീവിതകാലം മുഴുവൻ അമൃത ഇവിടെയല്ലേ കഴിയാൻ പോകുന്നേ. അനുഭവിക്കട്ടെ. വാ. അമ്മയ്ക്ക് ഓർമ്മയില്ലേ മുംബൈയില് അവള് താമസിച്ചിരുന്ന ഫ്ലാറ്റ്? ഞാൻ ആ ഫ്ലാറ്റിൽ പോയിട്ടില്ലെന്നേ ഉള്ളൂ. അമൃതയുടെ റീൽസിലൊക്കെ ആ ഫ്ലാറ്റ് കണ്ടിട്ടുണ്ട്. എന്റെ അമ്മേ, ഒരിക്കൽ ഞാൻ അവിടെ പോയതല്ലേ. എന്തൊരു സൂപ്പർ ഫ്ലാറ്റ് ആയിരുന്നെന്നറിയാമോ? വലിയ മുറികളും ബാൽക്കണിയും, അകത്ത് കേറിയ തന്നെ വേറൊരു ലോക. അമ്മാതിരി സെറ്റപ്പ്. 6
6 മാസം അവൾ അവിടെ സുഖിച്ച് ജീവിച്ചു. ഓരോ കാര്യത്തിനും ഓരോ ജോലിക്കാര്. പാചകം ചെയ്യാൻ ഒരാള്, വീട് നോക്കാൻ ഒരാള്, തോട്ടം നോക്കാൻ ഒരാള്. എന്തൊരു ജീവിതമായിരുന്നെന്നറിയോ? അവള് മുത്തശ്ശന്റെ കാശ് കുറെ തൊലച്ചതല്ലേ. ഈ കർമ്മ എന്ന് പറയുന്ന സാധനം വെറുതെയൊന്നുമല്ല. അന്നാ ചെയ്തതിനൊക്കെയാ ഇപ്പൊ അവളീ അനുഭവിക്കുന്ന. എന്തായാലും അവളെ നന്നാക്കാൻ അവളുടെ മുത്തശ്ശൻ കൊടുത്ത പണിയുള്ള. വേറെ എന്ത് പണി കൊടുത്താലും അവൾക്ക് ഇത്രയും ഏൽക്കില്ലായിരുന്നു. ഇതൊരു 1.5 പണിയായിപ്പോയി. വാ. ഈ വീട്ടിൽ ഒരാൾക്ക് നേരെ ചൊവ്വെ തിരിഞ്ഞു നിൽക്കാൻ പോലും സ്ഥലമില്ല. ഇവിടെ എന്ത് പ്രൈവസിയാ ഉള്ളത്? എനിക്ക് പ്രൈവസി വേണം, എനിക്ക് പ്രൈവസി വേണം, 24 മണിക്കൂർ എനിക്ക് പ്രൈവസി വേണം. അവൾ അതും പറഞ്ഞ് നടന്നതല്ലേ. ഇവിടെ അവക്ക് പ്രൈവസി കിട്ടിയതുപോലെ തന്നെ. ഈ റൂമിൽ നിന്നൊന്ന് തുമ്മിയാൽ അടുക്കളയിലുള്ളവർ വരെ കേൾക്കും. കുറെ കാലമായിട്ട് അവൾക്കൊരു പണി കൊടുക്കണമെന്ന് ഞാൻ വിചാരിക്കുന്നതാ. പക്ഷേ എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. ഇപ്പൊ കറക്റ്റായിട്ട് അവൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട അവളുടെ മുത്തശ്ശൻ തന്നെ നൈസ് ഒരു പണി അവൾക്ക് കൊടുത്തു. അനുഭവിക്കട്ടെ. അമ്മേ, അമൃതയുടെ കാര്യം ഇനി ഷട്ടർ ഇട്ടതുപോലെയാ. ഇവിടെ കിടന്ന് അവളങ്ങ് നരകിച്ചോളൂ. അമൃതേച്ചി, ശോ. ചേട്ടാ, ഓ, ഈ ഫാന്റെ സ്വിച്ച് ഏതാ? ഇത് ഈ ഫാൻ. ഇതിന്റെ? ഇത് ഈ ഫാനാണെങ്കിൽ സ്വിച്ച് ഇട്ടിട്ട് കാര്യമൊന്നുമില്ല. ഏ? ഇവൻ കറങ്ങില്ല. അതെന്താ? അതോ, അതൊരു രസമുള്ള കഥയാ. ഞാൻ പറഞ്ഞുതരാം. കഴിഞ്ഞൊരു ജൂൺ മാസേ പുറത്ത് കോരിച്ചൊരിയണ മഴ. ഞാനാണെങ്കി ഇവിടെ നിന്ന് ഇങ്ങനെ ക്യാരം ബോർഡ് കളിച്ചോണ്ടിരിക്ക. ഏത് റെഡ് അടിച്ച് ഇങ്ങനെ ഗെയിം ഫിനിഷ് ചെയ്യാൻ വേണ്ടി നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാ ഒന്നൊന്നര ഇടിവെട്ടിയത്. ചോ, എല്ലാരും പേടിച്ചുപോയി. ഞാൻ ആ റെഡ് അങ്ങോട്ട് ഫിനിഷ് ചെയ്തതും ആ ഇടിവെട്ടിയതും ഒരുമിച്ചായിരുന്നു. ഞാനല്ലേ ആള്. റെഡ് ഫിനിഷായി. പക്ഷേ അതോടെ ഈ ഫാനിന്റെ കപ്പാസിറ്ററും ഫിനിഷായി. പാവം. അന്ന് മുതലേ ഇവൻ ഇങ്ങനെ നിശ്ചലനായിട്ട് നിക്ക. അമ്മാവ, ആ വിശറി ഒന്ന് എടുത്തെടുക്കാവോ? വിശറി. ഓ, താഴെ ഉണ്ടല്ലേ. ആ, ശരി ശരി. ഇതാണ് ഇപ്പൊ ഇവിടുത്തെ ഫാന്. ഞാൻ വീശി തരാം. എന്താ അമ്മാവ? കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണ്ടേ? അത് കൊള്ളാലോ. ഇന്ന് ആരൊക്കെ മരിച്ചോ ആവോ. ചരമക്കുളം നോക്കാം. ആദി, എന്താ ചേച്ചി? കുടിക്കാൻ കുറച്ച് വെള്ളം വേണം.